ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 നമ്മുടെ ആദ്യത്തെ യാത്ര കേട്ടോ. യാത്ര ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഹരിയേട്ടൻ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് ആഷിഖുനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോവുക കേട്ടോ. നമ്മൾ പോകുന്നത് ഗുബൈബയ്ക്കാട്ടോ. ദുബായിൽ വന്നിട്ട് എനിക്ക് കാണാനും പോകാനും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഗുബൈബ. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം. അപ്പോൾ ഞങ്ങൾ ഗുബൈബയ്ക്കാണ് പോകുന്നത്, ബസ്സിലാട്ടോ പോകുന്നത്. അപ്പോൾ അതെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നല്ലൊരു ഗാർഡൻ പാർക്ക് പോലൊരു സംഭവമുണ്ട്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്, നല്ല പൂക്കളൊക്കെ നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഒരുപാട് ആളുകളും വരുന്ന സമയമാണ് കേട്ടോ. പിന്നെ ഹരിയേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹരിയേട്ടനെ നോക്കിയിട്ട് പോവുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ ആട്ടോ പോയത്, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിന്നപ്പോൾ ഹരിയേട്ടൻ ഞങ്ങളെ അന്വേഷിച്ചിരുന്ന സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ അപ്പേനെ കണ്ട എൻ്റെ ആശക്കുട്ടിൻ്റെ സന്തോഷമാണ് കാണുന്നത്. ആശക്കുട്ടി ഇങ്ങനെ ഹരിയേട്ടൻ ദൂരെ നിന്ന് വരുമ്പോൾ വന്നൊരു കെട്ടിപ്പിടുത്തം, അത് നിർബന്ധമാണ്. ഇവിടെ തന്നെ കേട്ടോ ടെമ്പിൾ ഉള്ളത്. അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മാത്രമല്ല ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാഴ്ചകളും കാണാറുണ്ട് കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഓർക്കണതാണ് ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്, ഒരു മ്യൂസിയം. അതൊന്ന് പോയി കാണണമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് ഇവിടുത്തെ മുൻ ഭരണാധികാരിയുടെ വീടാണ്. ഹൗസ് ഓഫ് ഷെയ്ഖ് ഖലീഫ ബിൻ സെയ്ദ് അൽ മഖ്ദൂമിന്റെ വീടാണ്. അതായത് ഇപ്പോഴത്തെ ഭരണാധികാരിയും UAE പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടായിരുന്നു കേട്ടോ. പണ്ട് കാലത്ത്, അതായത് 1933 കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അന്ന് ഇവിടെയൊക്കെ ജനവാസ കേന്ദ്രമായിരുന്നു. ഇന്നിപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു നടുമുറ്റാണ്. പിന്നെ അതിൻ്റെ ചുറ്റും നല്ല നല്ല റൂമുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം ഷെയ്ഖ് ഹസാനയുടെ റൂമാട്ടോ കാണാൻ ചെന്നത്. അതിൻ്റെ അകത്ത് നിറയെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ പിക്ചേഴ്സ് നല്ല ഇഷ്ടമാട്ടോ. പിന്നെ മുളയിൽ ഉണ്ടാക്കിയ പോലെയുള്ള കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പഴക്കം അവിടെ എവിടെയും നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ പഴയ കാലത്തെ കുറച്ച് ഫോട്ടോസും കൂടെ നല്ലൊരു ഡ്രസ്സും ആ റൂമിലുണ്ടായിട്ടോ. ഈ ഡ്രസ്സിന് നല്ല പഴക്കമുണ്ടോ തോന്നുന്നു. പക്ഷെ ഇപ്പോഴത്തെ ബ്രൈഡൽ ഡിസൈനൊക്കെ ഏകദേശം ഇതുപോലെ വരില്ലേ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിട്ടോ കാണാൻ. പിന്നെ പഴയ കാലത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ആയിരുന്നു ആ റൂമിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പിന്നെ കണ്ടത് ചിൽഡ്രൻ റൂമാണ്. ഇതിൻ്റെ അകത്തും നിറയെ പിക്ചേഴ്സും ഫോട്ടോസൊക്കെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ നല്ല 2 പെട്ടികൾ ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ഇങ്ങനത്തെയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാട്ടോ. ജേർണലിസം പഠിക്കുന്നതിന് മുൻപ് BA ഹിസ്റ്ററിയും ആർക്കിയോളജിയൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് പൊതുവെ ഇങ്ങനെയൊക്കെ കാണാനും സമയം സ്പെൻഡ് ചെയ്യാനും നല്ല ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായ ഒരു BSc സുവോളജിക്കാരൻ ഓടിക്കളഞ്ഞു കേട്ടോ. പിന്നെ ആശുക്കുട്ടനാണ് എൻ്റെ കൂടെ ഉണ്ടായത്. അവൻ ഇതൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടതെന്ന് തോന്നി. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഈ പെയിൻറ്റിങ്സും പഴയകാല പാത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ തന്നെയാട്ടോ. പിന്നെ നാണയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് വെച്ചത് ഞാൻ കണ്ടില്ല. പരമ്പരാഗത എമറാത്തി ശൈലിയിലുള്ള നിർമ്മാണമാണ് ഈ ഒരു വീടിനുള്ളത്. അന്നൊരു പ്രത്യേകത ഉയർന്ന ഗോപുരങ്ങളാണ്. അന്ന് കറണ്ട് ഉണ്ടായില്ലല്ലോ, അപ്പോൾ കാറ്റ് വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഉയർന്ന ഗോപുരങ്ങൾ. അതിനറിയപ്പെടുന്നത് ബർജിയിൽ നിന്നാട്ടോ. ആ ഒരു രീതിയിലുള്ള വാസ്തുവിദ്യയും ശൈലിയൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ഇത് ആധുനിക രീതിയിൽ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ ചെന്ന വാസ്തുവിദ്യയൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു പഴമയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പഴയ കാലത്തെ റാന്തൽ വിളക്കുകളും റേഡിയോയും ഗ്രാമഫോണൊക്കെ കാണാൻ പറ്റിട്ടോ. ഇതൊക്കെ എനിക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല സന്തോഷമായിട്ട് തോന്നി. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അവനെ നമ്മളുടെ ഹിൽ പാലസിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്നുള്ളത്. പക്ഷെ അത് സാധിച്ചിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ അകത്തൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടോ. പഴമയുടെ പ്രൗഢി ഒട്ടും ചോർന്നു പോകാതെ തന്നെ ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ഇത് പരിപാലിക്കുന്നത്. ഇവിടെ ഫ്രീ എൻട്രി ആട്ടോ. കൂടാതെ നിരവധി എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. പെയിൻറ്റിങ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ഈ ഇരിക്കുന്ന പഴയ ഒരു റേഡിയോ തോന്നുന്നുണ്ടല്ലേ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഹരിയേട്ടൻ പിന്നെ യാതൊരു താല്പര്യമില്ലാണ്ട് എനിക്ക് വേണ്ടിയാട്ടോ കൂടെ നിൽക്കുന്നത്. നമ്മൾ അടുത്ത റൂമിലേക്ക് ചെന്നപ്പോൾ നിറയെ ആഭരണങ്ങളാട്ടോ വെച്ചേക്കുന്നത്. പഴയ അറബിക് സ്റ്റൈലുള്ള ആഭരണങ്ങളാണ്. എല്ലാം കുറച്ചാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ആദ്യകാലത്ത് ഈ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ആഭരണങ്ങളൊക്കെ ആവണം അവർ ധരിച്ചേക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാം മനോഹരമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വീടിൻ്റെ ഒരു മിനിയേച്ചറാട്ടോ ഈ വെച്ചേക്കുന്നത്. ഇത് അടുത്തൊരു റൂമാണ്. അവിടെ ഉണ്ടായിരുന്നതേ പാത്രങ്ങളാട്ടോ. ഒരു ചൈനീസ് അറബിക് ടച്ച് എനിക്ക് തോന്നി. നല്ല രസമുണ്ടായി അതും കാണാനായിട്ട്. പിന്നെ ചെറിയ മിനിയേച്ചറും കാര്യങ്ങളും. 2 കുപ്പിയിൽ കാപ്പിക്കുരു ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ ഒരു ഓർമ്മയ്ക്കായിരിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് 2 നിലയായിട്ടാണ് ഈ വീട് വരുന്നത്. പക്ഷെ മുകളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. എനിക്കിവിടെ വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത്
ഈ വീടിൻ്റെ നിർമ്മാണ ശൈലി വാസ്തുവിദ്യ തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുൻപും എവിടേക്കോ കണ്ടിട്ടുള്ള പോലെയാണ്. പക്ഷേ ഈ ഒരു രീതിയിലുള്ളൊരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീടിൻ്റെ നിർമ്മാണ ശൈലി തന്നെയാണ് കേട്ടോ. മ്യൂസിയം കണ്ട് പുറത്തേക്കാണ് ഇപ്പോൾ ഞാൻ ആഷിക്കുട്ടിനോട് ചോദിച്ചിട്ടോ ഏറ്റവും ഇഷ്ടം എന്താ തോന്നിയെന്ന്. അവൻ പറഞ്ഞത് ആ കളർഫുൾ ചെയേഴ്സാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മളുടെ ഗുബൈബയിൽ നിറയെ കിളികൾ വന്നു. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇതുപോലെ നിറയെ ബേർഡ്സ് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിറയെ ആളുകളും വരാറുണ്ട്. നമ്മളൊരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. ആഷിക്കുട്ടിന് അത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ കിളികളൊക്കെ അവൻ്റെ തലയിൽ കൊത്തുമെന്നായിരുന്നു എൻ്റെ ടെൻഷൻ. പക്ഷെ ആൾ സേഫായിട്ട് അവിടെ നിന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ വൈകുന്നേരം നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹരിയേട്ടൻ എന്നാൽ പിന്നെ ഒരു മന്തി കഴിച്ചിട്ടായാലോ വീട്ടിലേക്കുള്ള മടക്കം എന്ന് ചോദിച്ചത്. ഞാനും പറഞ്ഞു ആവാലോ, നല്ല കാര്യമല്ലേ. ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ചെറിയൊരു ബോട്ട് സവാരിയൊക്കെ നടത്തണം കേട്ടോ. അബ്ബറിൽ ചെന്ന് നമ്മൾ ബോട്ടിൽ കയറി അപ്പുറം ചെല്ലണം കേട്ടോ, എന്നാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കി നിന്ന് നമ്മളുടെ ബോട്ടും വന്നു, നമ്മൾ കയറി ഇനി പോവുകയാണ്. ബോട്ടും ഇറങ്ങി ബസ്സും പിടിച്ച് നമ്മളങ്ങനെ മന്തി സ്പോട്ടിലെത്തി. വെർസാൻ മന്തി ചെന്ന് നല്ലൊരു മന്തി ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും ആഷിക്കുട്ടിന് നല്ല ഉറക്കം വന്നു തുടങ്ങി കേട്ടോ. അവൻ്റെ ഉറക്കം കളയാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോരോ കുശലം ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അവനൊന്ന് ഓണാക്കാൻ വേണ്ടി. ഈ വീഡിയോയുടെ തുടക്കം മുതൽ എൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു പന്തികേട് നിങ്ങൾക്ക് തോന്നിയില്ലേ? അത് വേറൊന്നുമല്ല കേട്ടോ. ന്യൂ ഇയർ ആഘോഷിക്കാൻ കരാമയ്ക്ക് പോയി ഒരു രാത്രി മുഴുവൻ മഞ്ഞ് കൊണ്ട് എൻ്റെ സമ്മാനമാണ്. ശബ്ദം നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ നല്ല ചൂടുള്ള സൂപ്പ് തന്നു കേട്ടോ അവർ. അങ്ങനെ ചൂടുള്ള സൂപ്പ് ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗുപ്തൻ. അതിൻ്റെ കൂടെ തന്നെ ഞാനും ഉണ്ട്. എന്തായാലും നല്ല എരിവൊക്കെ ആയിട്ട് ആ സൂപ്പ് കുടിച്ചപ്പോഴേ നല്ല രസമുണ്ടായിട്ടോ. മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മന്തി എപ്പോൾ വരുമോ എന്തോ, കാരണം നമ്മൾ മന്തിക്ക് ഓർഡർ ചെയ്താൽ കുറച്ചധികം സമയം ഇരിക്കണമല്ലോ. എന്നാലും സാരമില്ല, കാരണം ഞാനിപ്പോൾ ഡൈ ഹാർട്ട് മന്തി ആരാധകയാണ്. ചിക്കനും ബീഫൊന്നും കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ മന്തി റൈസിനോടാണ് എനിക്കിപ്പോൾ പ്രേമം. അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ മന്തി വന്നു. മന്തിയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഒരു കൊച്ചു വൈകുന്നേരം ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ഒരു കാര്യം പറയണം, അടിപൊളി മന്തിയായിരുന്നു കേട്ടോ.